ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചായപ്പാനി തപ്പിയിലെ റോഡരികെ, തുടി പഞ്ചാരി കൊട്ടിയിലെ കാതരികെ, കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ. അതെ, സാറിന്റെ ശബ്ദത്തിൽ പാടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ഇത് അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാകും. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ. റിസ്ക് എടുത്ത് പോയി പാടിയ ഒരു പാട്ടാണ് മന്ത്രി കൊച്ചമ്മ വരുന്നത്. ആഭ്യന്തര മന്ത്രിയാണേ. അതെ, ആ മന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്ന വേറൊരു സ്റ്റൈലിലാണ്. ആഭ്യന്തര മന്ത്രിയാണേ, ആഡംബരം ഒത്തിരി വേണേ. പാട്ടുകാരൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ ആരാ? നല്ലൊരു ഭർത്താവ്, 3 കുട്ടികളുടെ നല്ലൊരു പിതാവ്, ഭയങ്കര ഒരു ഫാമിലി മാനാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തണുക്കും. പിന്നെ എല്ലാവരോടും മനസ്സിലുള്ള ഒരാളാണ്. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. മാർക്കോസിന്റെ പാട്ട് എടുത്തിട്ട് ഉണ്ണിമേനോന്റെ പടം വെച്ച് കൊടുക്കാൻ നാണമില്ലടാ. ക്രിസ്തീയ പാട്ടുകൾ ഒരു നല്ല ശതമാനം ഞാൻ പാടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയെ 2 വേർഷൻ ഉണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് എന്റെ വർഷം മാത്രമേ ഉള്ളായിരുന്നു. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരയേറത്തില്ല എന്നൊക്കെയുള്ളൊരു ധാരണ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദൈവദൂതനെ പോലെ ഈ അച്ഛൻ വരുന്നതും അച്ഛൻ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറയുന്നതും. ഓപ്പറേഷൻ കഴിഞ്ഞ 4-5 വർഷത്തിന് ശേഷമാണ് ഈ രഹസ്യം നമ്മൾ വെളിപ്പെടുത്തുന്നത്. കാരണം അച്ഛൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഈസ്റ്റർ ആയിട്ട് മാർക്കോ സാറിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ വീടല്ലാതെ കടവന്ത്ര വേറൊരു വീട്? കടവന്ത്രയിലത്തെയാണ് ആദ്യത്തെ വീട്. ഇതിപ്പോ വാങ്ങിയിട്ട് ഒരു 2-2.5 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ കടവന്ത്രയിലും ഇവിടെയായിട്ട് ഇങ്ങനെ നിക്കുകയാണ്. അപ്പൊ ഈ മക്കളൊക്കെ താമസിക്കുന്നത്? മക്കള് മൂത്ത മോന് ഇവിടെ അടുത്ത് തന്നെ കിൻഡർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ അത് കാരണം അദ്ദേഹത്തിന് പോകാനുള്ള സൗകര്യം ഇവിടുന്നാണ്. പുള്ളിക്കാരനാണ് ഇപ്പം കൂടുതൽ ഇവിടെ. ഞങ്ങള് പകൽ ഇങ്ങോട്ട് വരും, വൈകുന്നേരം അങ്ങോട്ട് പോകും. ഇളയ മകള് ഹൈക്കോടതിയിലെ വക്കീലാണ്. അപ്പൊ അദ്ദേഹം എൻറോൾ ചെയ്തിട്ടൊരു 6-7 മാസമായുള്ളൂ. അപ്പൊ അവക്ക് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന നവോദയ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. മറ്റേതാകുമ്പോ കടവന്ത്രയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മകൾക്ക് വേണ്ടി വൈകുന്നേരങ്ങളിൽ അവിടെയും, പകല് മൂത്ത മോൻ ഇവിടെ ആയതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പകൽ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. ഒന്നിലാട് 2 വീട്ടിലാണ് താമസം. പിന്നെ രണ്ടാമതൊരു മകനുണ്ട്. അയാള് മാസത്തിലൊരിക്കലൊക്കെ വരുള്ളൂ. പുള്ളി കോഴിക്കോട് ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ അത് കാരണം അദ്ദേഹം എപ്പോഴും ഇല്ല, ഫ്രീക്വന്റ് വിസിറ്റർ അല്ല, വല്ലപ്പോഴേ വരുവുള്ളൂ. അപ്പൊ രണ്ടിടത്ത് ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് വരിക. സാറേ, ഈ വീട്ടിൽ കയറിയപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചതാ മുഴുവനും ഈ അവാർഡുകള്. അപ്പം ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ എന്റെ കണ്ണിൽ ആദ്യം തടഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രേമലുവിന്റെ ഈ സാധനമാണ്. കാരണം എന്താ വെച്ചാല് ഇത് കഴിഞ്ഞ വർഷത്തില് ഞാൻ പാടി അനുകരിച്ച് നടന്ന പാട്ടുകളിലൊന്നാണ് ഈ ചായപ്പാനി തപ്പിയിലെ റോഡരികെ, തുടി പഞ്ചാരി കൊട്ടിയിലെ കാതരികെ, പ്രേമിക്കൂടൂ. ഇതില് പാട്ട് ഹിറ്റാവുന്നത് അപ്പുറത്തേക്ക് മാർക്കോ സാറിന്റെ പാട്ടുകൾ അനുകരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം മറ്റേ പാട്ടൊക്കെ ഇല്ലേ, അത് ആദ്യത്തെ പാട്ട് കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ ഇതൊക്കെ പാടുമ്പോൾ സാറിന്റെ ശബ്ദത്തിൽ പാടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ഇത് അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടിറങ്ങിയപ്പോ ഈ പാട്ടങ്ങ് ഹിറ്റാവുകയും ചെയ്തു. പിള്ളേരെല്ലാം പിന്നെ കൊച്ചുകുട്ടികളുടെ ഒരു പാട്ടായിട്ട് മാറി. 10 വയസ്സ് 12 വയസ്സ് 15 ആ ഒരു ഇതിലേക്ക് പോയി. അപ്പൊ അപ്പോഴും ഇപ്പൊ രജനീഷ് പറഞ്ഞ പോലെ ആ ശൈലി അനുകരിക്കാനാണ് അവർക്ക് ഇഷ്ടം. അല്ല വെറുതെ ഒരു ലളിതഗാനം പാടിയാൽ അവർക്ക് വേണ്ട. ആ ഒരു പ്രത്യേക മൂഡിലും ആ ഒരു ശൈലിയിലുമായിരുന്നു ആ പാട്ട്. അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ഒരു വൈറലായത്
വന്നത്. സുഹൈലിന്റെ പാട്ടുകളെ കുറിച്ച് ഞാൻ പിന്നെ ഈ വർഷങ്ങളിൽ എടുത്ത് സംസാരിക്കുമ്പോൾ ഈ പ്രേമിക്കുടു എന്ന് പറയുന്ന വാക്ക് അതൊരു പുതിയ പ്രയോഗമാണല്ലോ, തെലുങ്കും മലയാളവും കൂടെ ചേർത്തിട്ടുള്ള ഒരു അഭ്യാസമാണ് സുഹൈലിന്റെ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ പല വേദികളിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തിലും ഈ വർഷവും ഒക്കെ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഒരു ആലസ്യത്തിലാണ് പൊതുവെ. പക്ഷെ ഇന്നിപ്പോ ഈസ്റ്ററിന്റെ ഭാഗമായിട്ട് കാണുമ്പോൾ ആദ്യം ഇസ്രായേൽ നാഥനാണ് മനസ്സിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു അതല്ലാതൊരു പാട്ട് ഒന്ന് പാടിത്തുടങ്ങാം. ഇപ്പൊ ഈസ്റ്ററിനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ച് മ്യൂസിക് ഷാക്കിന്റെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഷാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പെടുന്ന കമ്പനിയാണ് കേട്ടോ. അതെ അതെ അതെ. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പാടിയ ഒരു നല്ല ഒരു പാട്ട്, ജോജി ജോൺസ് ആയിരുന്നു അതിന്റെ സംഗീതം. വളരെ ടച്ചിങ് ആയിരുന്നു അത്. അനിൽ പരവൂർ എന്ന് പറഞ്ഞ ആളാണ് ആ പാട്ടിന്റെ രചന നിർവഹിച്ചത്. ജോജി ആയിരുന്നു അതിന്റെ സംഗീതം. അതിന്റെ 4 വരി ഞാൻ പാടാം. കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്, യാഗമായി ത്യാഗമായി പുത്രനീശോ, അമ്മതന്നുള്ളിലെ നൊമ്പരമായി, മർത്യന്റെ ഉള്ളിലെ സന്താപമായി, കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്. ജോജി കൊള്ളാം കേട്ടോ, പാട്ട് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. നല്ലൊരു പാട്ടായിരുന്നു, നല്ല വ്യൂവർഷിപ്പും കിട്ടിയൊരു പാട്ടാണ്. ഈ വ്യൂവർഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് ആകാശം മാറും എന്ന് പറയുന്ന സോങ് സാറ് പാടിയതാ. പക്ഷെ അതിനകത്ത് ഒരു 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, ഒരു 67 lakhs ഒക്കെ പോയ വീഡിയോയിനകത്ത് ഉണ്ണിമേനോനാണ് പാടിയത്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെ, ശരിയാണ്. ഞാനും കണ്ടു. അദ്ദേഹത്തിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ പാട്ട് എന്റെയാണ്. അതെ അതെ, കമന്റിലുണ്ട്. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഈ ശൈലി കേൾക്കുമ്പോൾ ആളുകൾക്ക് അറിയാം അത് ഞാൻ പാടിയതാണ്. അതെ അതെ അതെ. അല്ല, കമന്റിലുണ്ട്, മാർക്കോസിന്റെ പാട്ട് എടുത്തിട്ട് ഉണ്ണിമേനോന്റെ പടം വെച്ച് കൊടുക്കാൻ നാണോ ഇല്ലടാ. അതെ, അത് ക്രിസ്തീയ പാട്ടുകൾ ഒരു നല്ല ശതമാനം ഞാൻ പാടിയിട്ടുള്ളത് ആളുകൾക്ക് അറിയാം. പക്ഷെ ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പൊതുവായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ ഇതിന് എഴുത്ത് എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം യൂട്യൂബിലുള്ള ഇത് നോക്കിയിട്ടാണ് ആളുകൾ പറയുന്നത് അത് ഇന്നാരുടെ പാട്ടാണ്, ഇന്നാര് എഴുതിയാണ്, ഇന്നാര് സംഗീതം ചെയ്താണ്. ഈ ഒരു തലമുറ ചിലപ്പോൾ അത് ഓർത്തെന്ന് വരാം, ശരിയാ. അടുത്ത തലമുറ വരുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് മാറ്റുന്നതാണ് നല്ലത്. അതെ അതെ അതെ, തെറ്റായ വിവരങ്ങൾ മാറ്റണം. അത് അപ്ലോഡ് ചെയ്തവർ ദയവായിട്ട് ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കണം. ഈ കന്നിപ്പൂമാനം പാടുമ്പോൾ ജോൺസൺ മാഷിന്റെ അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാള സംഗീത ശാഖയെ അടയാളപ്പെടുത്തുന്ന ഒരു കാലമാണ്. ഈ ജോൺസൺ മാഷും രവീന്ദ്ര മാഷും ഒക്കെ വരുന്ന ഒരു കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുഷ്കലമാണ്. അതിനു മുമ്പ് ഒരു ലെജൻസിന്റെ മാസ്റ്റർമാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഭാസ്കര മാഷും ഈ പറയുന്ന ദേവരാജ മാസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ കാണുന്ന രവീന്ദ്ര മാഷും ജോൺസൺ മാഷും ഒക്കെ മത്സരിച്ച് പാട്ടുകൾ ചെയ്യുന്ന ഒരു കാലം. ആ കാലത്തിൽ ജോൺസൺ മാഷിന്റെ കയ്യിൽ തന്നെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? ശരിയായിട്ടും പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ദേവരായ മാഷ് അങ്ങോട്ട് ആ സമയത്ത് നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാവത്തിനിടയിലാണ് ജോൺസൺ മാഷ്
അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന നിലയിൽ കയറി വരുന്നതും ശ്രദ്ധിക്കപ്പെട്ട കുറെ അധികം പാട്ടുകൾ ആ സമയത്ത് അദ്ദേഹം ചെയ്തു തുടങ്ങിയിരുന്നു. ഒത്തിരി നല്ല പാട്ടുകൾ. അപ്പൊ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമകളിലൊന്നായിരുന്നു പ്രേമഗീതങ്ങൾ. അതിനകത്ത് നീ നിറയൂ ജീവനിൽ ഉളകമായി ഞാൻ പാടിടാം ഗാനമായി ഓർമ്മകൾ. കോളേജ് പിള്ളേരെയൊക്കെ കോരിത്തരിപ്പിച്ച സിനിമയും അതേപോലെ തന്നെ പാട്ടും. അതിലെ ഓരോ പാട്ടും മുത്തും മൂടി പൊന്നും നീ ചൂടിവാ ചന്ദനത്തേരിലായി ചെല്ലക്കാറ്റേ മണ്ണിൻ നിന്നിൽ ഒരു ആ സമയത്ത് അടിപൊളി പാട്ടുകളിലൊന്നായിരുന്നു അത്. ജോൺസൺ മാഷിന്റെ തന്നെ ആ സമയത്ത് വന്ന പാട്ടുകളിലോ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടായിരുന്നു. ആടിവാ കാറ്റ് പാടിവാ കാറ്റ്. ആ പാട്ടൊക്കെ എനിക്കൊന്ന് ഗാനമേളകളിലൊക്കെ ഞങ്ങള് വർഷങ്ങളോളം തകർത്ത് പാടി നടന്നിട്ടുള്ള പാട്ടുകളാണ്. ഈ ഒരു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ആഘോഷിച്ച ഒരുപാട് പാട്ടുണ്ട്. ഈ മന്ത്രി കൊച്ചമ്മയും പൂമാനമ്മയും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് രസകരമായി ആഘോഷിച്ചിട്ടുള്ളതാണ്. SP വെങ്കടേഷ് സാറ്, ശ്യാം സാറ് പോലെയുള്ള ലെജൻസ് ഉണ്ട്. നമുക്കിപ്പോ കിട്ടാത്ത, നമുക്കിപ്പോ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. അവരോടൊപ്പവും വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ദൈവകൃപയാൽ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒട്ടുമിക്ക നല്ല മ്യൂസീഷ്യൻസുമായിട്ട് ഇടപെടാനും അവരുടെ പാട്ടുകൾ പാടാനും ഒക്കെയുള്ള കുറെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. MG രാധാകൃഷ്ണൻ, അതേപോലെ രവീന്ദ്ര മാഷിന്റെ 83-ലാണ് ഞാൻ ആദ്യം പാടുന്ന പാട്ട്. മൈനാകം എന്ന ചിത്രത്തില് ആകാശമൗനം വാചാലമാകും താരങ്ങൾ കൺചിമ്മും തീരങ്ങൾ ആ നീലവാനും പൂനിലാവും പൊന്നൂഞ്ഞാലിൽ നാടും വാനം ആകാശമൗനം. ആ ഒരു ബേസിൽ തന്നെ പുള്ളി എന്നെയും പരീക്ഷിച്ചു. അത്രയും വർഷം 35-40 വർഷം മുമ്പ് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ല. മാത്രമല്ല നമ്മുടെ വോയിസ് ഒക്കെ മച്ചുറായി വരുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ആ പാട്ട് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് അത് നിർബന്ധപൂർവ്വം പാടിക്കുകയായിരുന്നു, ആകാശമൗനം എന്നുള്ള ഈ പാട്ട്. അതേപോലെ തന്നെ കൂലി എന്ന് പറഞ്ഞൊരു സിനിമ ആ സമയത്ത് അമിതാഭ് ബച്ചന്റെ ഒരെണ്ണം ഹിന്ദിയിൽ ഇറങ്ങി. പക്ഷെ മലയാളത്തില് മമ്മൂട്ടി നായകനായിട്ട് ഒരു പടം ഉണ്ടായിരുന്നു. അതില് പാട്ട് ഇതുപോലെ തന്നെ എനിക്കൊന്ന് 83 തന്നെ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ തെരുവിലെ മനുഷ്യരല്ലോ നാം, അടിമുടി വിയർക്കും നമ്മൾ കൊടുകൂടെ തുടിക്കും കരൾ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ തെരുവിലെ മനുഷ്യരല്ലോ. അങ്ങനെ ഒരു പാട്ട് രവീന്ദ്ര മാഷിന്റെ എന്റെ ആദ്യകാല പാട്ടുകളിലോ 1-2 ഞാൻ പാടി. അടിപൊളി. ഈ നമ്മുടെ പുറകെ കുറെ ഓർമ്മകൾ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ തടയാറുണ്ടോ ഓർമ്മകൾ ഇങ്ങനെ? തീർച്ചയായിട്ടും. കാരണം ഗാനമേളകളിലൂടെ അന്നിങ്ങനെ മീഡിയ ഒന്നും ഇല്ല, ഈവൻ ടെലിവിഷൻ പോലും ഇല്ലാത്ത ഒരു സമയമാണ്. ദൂരദർശൻ പോലും ആ സമയത്തില്ല. അപ്പൊ നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ വേറെ മാർഗമില്ല. മാക്സിമം വേദികൾ കവർ ചെയ്യുക, ഗാനമേളയിലൂടെ ഒരു പേരുണ്ടാക്കി എടുക്കുക. കാരണം ദാസേട്ടനൊക്കെ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല പ്രൈം ടൈമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് സിനിമയിൽ ഇന്ന് പാടാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല എക്സ്പീരിയൻസ്, അനുഭവം, പിന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ ഒരു പാട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയും കുറെ പാട്ടുകൾ മാക്സിമം ഗാനമേളകളിലൂടെയെങ്കിലും പാടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 81-ൽ ഞാൻ 78-ൽ രംഗത്തേക്ക് വരുന്നു. 81-ൽ ജോൺസൺ മാഷിനെ കാണുന്നു. അദ്ദേഹം എന്നെ കൊണ്ട് പാടിക്കുന്നു. തുടരെ 2-3 പാട്ട് അദ്ദേഹം എനിക്ക് തന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും വലിയ നമ്മുടെ മലയാളം കണ്ടാല് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗായകരിൽ ഒരാളായ യേശുദാസിന്റെ ഒപ്പവും പിന്നെ ജയചന്ദ്രന്റെ ഒപ്പവും ഒക്കെ നിന്ന് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യവും എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അപ്പൊ അത് ഇന്ന് കാണുമ്പം ഇവരെ ബിച്ചുവേട്ടനുണ്ട് അതിനകത്ത്. രവീന്ദ്ര മാഷിന്റെ ആദ്യം ഞാൻ പാടിയ പാട്ടുകളിലെ ഒന്നാണ് അത്. ഏറ്റവും ആദ്യം കാണുന്നത് കേൾക്കാത്ത ശബ്ദത്തിന്റെ
ഓ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ്. ബാലേന്ദ്ര മേനോൻ അതുപോലെ ജോൺസൺ മാഷ് പാട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ ദാസേട്ടൻ അവിടെ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബിച്ചുവേട്ടന്റെ ഒരു വർക്ക് ഇതുപോലെ ഞാൻ പാടി. അപ്പൊ ആ സമയത്ത് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ടായ സമയമാണ് ദാസേട്ടന്റെ ഒപ്പം അവര്. പിന്നെ ശ്യാം സാറിന്റെ പി ഭാസ്കരൻ മാഷിന്റെ 2 സിനിമയിൽ ഞാൻ പാടിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതിലെ ഇനിയും വരൂ എന്നുള്ള പടമാണോ അതോ ഇവിടെ ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ, ഇതിലേതോ ഒരു പടത്തിലെയാണ്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഗാനമേളയാണ്. 78 ഞാനും സുജാതയും കൂടെ യേശുദാസിന്റെ ഓർക്കസ്ട്ര വെച്ച് പാടിയ ഒരു ഗാനമേളയാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. യേശുദാസിന് വരാൻ പറ്റാൻ പകരം ഞാനാണ് പാടിയത്. ഏതാണ്ട് സിമിലർ ആണ്, അതേപോലെ തന്നെ കാണാനും ഒക്കെ. ചെറുപ്പത്തിൽ 78 അപ്പൊ 20-22 വയസ്സേ ഉള്ളൂ. പിന്നെ അന്ന് ജെറി അമൽദേവ് അന്ന് കട്ടി വരുന്ന സമയമാണ്. 82-83. അതില് ചന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ മധുസാറിന്റെ പടമാണ്. ചേച്ചിയും കൊണ്ടുണ്ടായിരുന്നു. ചേച്ചിയോട് പാട്ട് പഠിച്ചോണ്ട് ചിത്രയാണത്. അതെ, ചിത്ര ചേച്ചി പാട്ട് പഠിച്ചോണ്ട് നിൽക്കുകയാണ്. അതെ അതെ. അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് പാടിയത്. ഓ അടിപൊളി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് നോക്കുമ്പോ ഒരു അനുഭൂതിയാണ്. പറഞ്ഞില്ലേ ഇങ്ങനെ ഇവരോടൊക്കെ സഹകരിക്കാനൊക്കെ പറ്റി. പ്രത്യേകിച്ചും ഇത് എവിടെ വെച്ചെടുത്തത്? ദാസാറുമായിട്ടുള്ള പടം എറണാകുളത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഫംഗ്ഷന് വന്നപ്പോ എടുത്ത. അനിയനും ചേട്ടനും പോലെ ഉണ്ട്. പിൽക്കാലഘട്ടത്തില് കുറച്ചൊരു ഈ പറയുന്ന ചില കമന്റ്സ് ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ദാസാറിന്റെ. അത് മനഃപൂർവ്വം ആയിരിക്കില്ല. കാരണം ഈ നമ്മളൊരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മളെ സ്തുതിക്കാൻ കുറെ പേരുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും അവരെ കേട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല. പക്ഷെ ചില പ്രത്യേക ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കും, കൊളുത്തി കൊടുക്കും, അവനിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അറിയാതെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പോകും. അല്ലെങ്കിൽ അത് ഉള്ളിൽ കിടന്നിട്ട് അത് തികട്ടി വരും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മാനസികമായിട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് 15 വയസ്സുള്ള കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. അന്ന് അദ്ദേഹത്തിന് 32-33 വയസ്സുണ്ട്. എന്നേക്കാൾ 17 വയസ്സിന് മൂത്ത. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മനുഷ്യനല്ലേ, അപ്പൊ സംഭവിക്കാം. നമുക്ക് അതിനകത്ത് പരാതിയോ ഒന്നുമില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചിലപ്പം വെള്ളയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ നമ്മള് മനസ്സിൽ വെച്ചിട്ടില്ല. നേരത്തെ ഇതിന് ഞാനും എന്തോ പറഞ്ഞു, അതോടുകൂടി തീർന്നു. അത് കഴിഞ്ഞതാണ്, അതൊക്കെ കഴിഞ്ഞു പോയത്. സാറേ ഇത് വീട് വെക്കുമ്പോ വെച്ചതാണോ നേരത്തെ ഉണ്ടായിരുന്നു? ഞാൻ വാങ്ങി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷത്തോളമായി. അപ്പൊ വീട് വെക്കുമ്പം ഇന്ന പോലൊക്കെ വേണം എന്നൊരു ധാരണ ഉള്ളിൽ ഉണ്ടായിരുന്നു. 1. 2, പാട്ടുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളെന്ന നിലയിൽ പണ്ട്, ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിൽ എനിക്ക് അറിഞ്ഞൂടാ, പണ്ടൊക്കെ അവിടെ നല്ലൊരു ടേപ്പ് റെക്കോർഡർ, പ്രത്യേകിച്ചും അന്ന് അനലോഗ് റെക്കോർഡർ എന്നുള്ള രീതിയിൽ സ്പൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ 2 ട്രാക്ക് ആയിരുന്നു. പിന്നീട് അത് 4 ട്രാക്കിന്റെ കിട്ടി. പിന്നെ 8 ട്രാക്കിന്റെ ഒരെണ്ണം കിട്ടി. അപ്പൊ അതൊക്കെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. കാരണം സ്റ്റുഡിയോ ഒക്കെ തുടങ്ങണം, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ ധാരണയൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാല് ഒന്നാമത് നമുക്ക് അത്രയും ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ അത്രയും വർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല പിന്നെ അതിനേക്കാളൊക്കെ ലേറ്റസ്റ്റ് സാധനങ്ങൾ ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ അതൊക്കെ എന്നെ വിട്ടു. പക്ഷെ ഇത് ഒരു പണ്ട് ചെറിയ പ്രായത്തിൽ തലയിൽ കയറിയ ഒരു ഇതാണ്. ആ ഗ്രാമഫോണിന്റെ അതിന്റെ അകത്തേക്ക് ഒരു നായ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു അപ്പൊ അതെന്താണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു. അപ്പോഴാണ് പറയുന്നത് HMV എന്ന ഉള്ള ഒരു കമ്പനിയുടെയാണ്, അതായത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. അവന്റെ യജമാനന്റെ ശബ്ദമാണ് അവൻ അതിനകത്ത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതാണ് ആ സിമ്പല്. അപ്പൊ അന്ന് മുതൽ തോന്നി അത് ഒരെണ്ണം ഒറിജിനൽ വാങ്ങണം. കാരണം അന്ന് ഇന്ത്യയിൽ കിട്ടാനില്ല, പ്രത്യേകിച്ചും വിദേശ നല്ല സാധനങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഒക്കെയാണ് അന്ന് ഉള്ളത്. അപ്പൊ ഒരെണ്ണം വിദേശത്തു നിന്ന് തന്നെ ഉള്ള ഒരെണ്ണം കിട്ടുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 30 വർഷം മുമ്പ് കണ്ട് കിട്ടി വാങ്ങിച്ചു വെച്ചതാണ്. അപ്പൊ പിന്നെ വീടൊക്കെ ആയപ്പോഴത്തേക്ക് അത് അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു. സ്റ്റുഡിയോയുടെ പരിപാടി അങ്ങ് ഒഴിവാക്കി. ഈ അടിപൊളി പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ആഘോഷിച്ചൊരു പാട്ടാണ് പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയെ. 2 വേർഷൻ ഉണ്ടല്ലേ? എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടി. പറഞ്ഞാൽ അത് എന്റെ വേർഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ
എന്നും ചിത്രയും കൂടെയാണ് ആദ്യത്തെ പ്രാവശ്യം അത് പാടുന്നത്. അത് കഴിഞ്ഞ് കാബൂളിവാല എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പൊ അത് തുടക്കം ഞാനായിരുന്നു. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ, കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുക്കാലം, അങ്ങനെയാണ് പാടി അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് ആ പാട്ട് ഫുള്ളായിട്ട് തന്നെ 12 വരെയും പാടി സ്റ്റുഡിയോയിൽ നിന്നൊക്കെ അടിച്ചു പോയി. അത് കഴിഞ്ഞ് പടം വന്നപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ ഒരു ഈ പറഞ്ഞാൽ അതിനകത്തെ ഒരു പ്രമുഖ ഗായകൻ അന്ന് ഈ രംഗത്ത് സീനിലില്ല, കാരണം പുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പടം ഇറങ്ങാനായിട്ട് കുറച്ച് താമസിച്ചു. ആ സമയത്താണെന്ന് തോന്നുന്നു ഈ പാട്ട് അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ആക്കി. അപ്പൊ ആ ഒരേ ക്യാരക്ടർ തന്നെയാണ് ഈ 2 പാട്ടും പാടുന്നത്, അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പാടുന്നത് ആണ് ആദ്യം സീനിൽ വരുന്നത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ മുത്തമിട്ട നേരം പുത്തം പുതുക്കാലം എന്ന് പാടി വരുമ്പോ വേറൊരു ശബ്ദം. പിന്നെ അത് ഈ പറഞ്ഞല്ലേ സിനിമയാണ്, എന്ത് സംഭവിക്കാം, അങ്ങനെ ഉണ്ടായത്. അത് അതിനു മുമ്പ് ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിരുന്നു പൂമാനമേ എന്ന് പറയുന്ന പാട്ട്. അത് നിറക്കൂട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ്. ഇപ്പോഴും ആ പാട്ട് ഭയങ്കരമായിട്ട് റീവാച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ്. യൂട്യൂബിൽ നല്ല വ്യൂവർഷിപ്പ് ഉള്ള ഒരു പാട്ടാണ് പൂമാനമേ. അത് ശരിക്കും ഒറിജിനൽ സാറിന്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അത് സാറിന്റെ തന്നെ പാട്ടാണെന്നുള്ളത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരില്ലേ? ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും ആ ഒരു സമയത്ത്. ആ ഒരു എന്താ പറയാ സാമ്യമോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ മെയിൽ വോയിസ്. ആ പടത്തിന്റെ ടൈറ്റിലിന് ക്രെഡിറ്റ് നോക്കുമ്പോ അറിയാം, പാടിയവർ KG മാർക്കോസ്, ചിത്ര, വാണിജ്യറാം എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രമേ അതിനകത്ത് ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് കിടക്കുന്നത്, മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ പിന്നീട് എപ്പോഴോ ഈ പാട്ട്, അതായത് അന്നൊക്കെ ഈ പിന്നെ ഇതില്ല, ഫാസ്റ്റ് കോപ്പിയർ ഉണ്ടായിരുന്നില്ല. ഒരു 10-25 ഡക്ക് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പാരലായിട്ട് കണക്ട് ചെയ്ത് കോപ്പി എടുക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നീടാണ് ഈ ഫാസ്റ്റ് കോപ്പിയറൊക്കെ വന്നത്. അപ്പൊ ആദ്യമൊക്കെ ഒരു 3000-4000 കോപ്പി പോയി പിന്നെ മാർക്കറ്റിൽ പോയി അത് സെയിലായതിനു ശേഷം ആണ് അടുത്ത ലോട്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഞാൻ ആ ഒരു പ്രത്യേക കമ്പനിക്ക് വേണ്ടി പാടുന്നത് നിർത്തിയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് അവര് ആ പാട്ടിന്റെ എനിക്ക് തോന്നുന്നു ട്രാക്ക് വാങ്ങിച്ചപ്പോൾ, അതായത് വോയിസ് ട്രാക്ക് വാങ്ങിച്ചപ്പോൾ ട്രാക്ക് പാടിയിട്ടിരുന്നത് വേറൊരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് വെച്ച് കുറച്ച് കാസറ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടു. അപ്പൊ ആളുകൾക്ക് ഒരു കൺഫ്യൂഷനായി, ഇത് ആരാണ് പാടിയേക്കുന്നത്, യേശുദാസ് ആണോ മാർക്കോസ് ആണോ വേണുഗോപാലാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. അതായത് ഉണ്ടായത്. കുറച്ചുകൂടെ ഗൗരവത്തിൽ സംസാരിക്കാൻ തീർച്ചയായിട്ടും ഇരിക്കാം, എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മതി. എമ്മാനുവേൽ എന്നോട് കൂടെ വാഴുന്നു എന്ന് പറയുന്ന പാട്ട് പാടി നമുക്ക് തുടങ്ങാം. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇതുപോലെ ഒത്തിരി പാട്ടുകൾ ഹിറ്റാണ്. പക്ഷെ എനിക്ക് ഈ പുറകിലിരിക്കുന്ന ഗോഡ്ഫാദറിന്റെ മിമന്റോ കാണുന്ന സമയത്ത് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ആർപ്പോ ഇറുവോ, ഭയങ്കര അന്നത്തെ ഗോഡ്ഫാദറിലെ ഹിറ്റ് പാട്ടാണ്. അതെ, അത് അതിനൊരു കഥയുണ്ട്. അതായത് എനിക്ക് 86 വലിയൊരു ആക്സിഡന്റ് പറ്റി. അതായത് സിനിമയിൽ ഞാൻ 81 വരുന്നു, ഒരു 86 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 10-30 സിനിമയ്ക്ക് വേണ്ടി പാടുന്നു. അങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരുമ്പോഴാണ് നിറക്കൂട്ടെന്ന ഈ സിനിമ റിലീസാവുന്നതും ആ നിറക്കൂട്ടിലെ പൂമാനമേ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഈ പറഞ്ഞല്ലോ ഒരു വൈറൽ രീതിയിലേക്കൊക്കെ വരുന്നത്. പക്ഷെ ആ സമയത്ത് 86 ഫെബ്രുവരിയിൽ ഞാനൊരു ഗൾഫ് യാത്രയ്ക്ക് പോയി. അപ്പൊ അന്ന് ഗൾഫിലൊന്നും അങ്ങനെ എപ്പോഴും യാത്രകളൊന്നും ഇല്ല. 85 ഞാൻ 2 പ്രാവശ്യം പോയിരുന്നു. അത് കഴിഞ്ഞ് 86 എൻ്റെ ഓർക്കസ്ട്ര സഹിതം, മറ്റേത് ഞാൻ ഗസ്റ്റായിട്ടാണ് പോയത്, അവിടുത്തെ ഉള്ള ലോക്കൽ ഓർക്കസ്ട്ര വെച്ചിട്ട് അന്ന് പാടിയത് 85. അപ്പൊ 86 നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഒരു 14 പേര്, ഓർക്കസ്ട്രയും സൗണ്ടും ഗായികയും അങ്ങനെ ഒരു 14 പേര് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു.
അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ ചെന്നിറങ്ങി, UAE 5 പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ അബുദാബിക്ക് പോകുന്നു രാത്രി തന്നെ. പിറ്റേ ദിവസം അബുദാബിയിൽ ഞാൻ പാടുന്നു 17-ാം തീയതി. അതെന്തോ ഒരു ഗംഭീര പ്രോഗ്രാം ആയിരുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല അന്ന് 86 എന്ന് പറയുമ്പോൾ ഗൾഫ് ഇങ്ങനെ ആയി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്ന് വീഡിയോ പിന്നെ ഇതൊന്നും ആയിട്ടില്ല, ജസ്റ്റ് വീഡിയോ എന്താ പറയുക, ഈ വീഡിയോ ക്യാമറയൊക്കെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ ആരും അങ്ങനെ വീഡിയോ ക്യാമറ ഒന്നും അധികം ഉപയോഗിച്ച് ഉള്ളൊരു ശീലമില്ലാത്ത സമയത്താണ് ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി അവിടെ ചെല്ലുന്നത്. അന്ന് ആദ്യമായിട്ട് വീഡിയോഗ്രാഫി തുടങ്ങിയ സമയത്താണ്. അപ്പോൾ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ പരിപാടി തോമസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് സാധാരണ 2.5 മണിക്കൂർ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ 3 മണിക്കൂറും കഴിഞ്ഞ് 3.5 മണിക്കൂറും കഴിഞ്ഞ് 3.25 മണിക്കൂറോളം പാടി. അപ്പം ഇത് പിന്നെ ഇവർ ഷൂട്ട് ചെയ്തു. ആ പ്രോഗ്രാം അവരുടെ കയ്യിലുണ്ട്. പിറ്റേ ദിവസം 5 പ്രോഗ്രാമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ അബുദാബിയിൽ നിന്ന് അലൈന് പോകുമ്പോഴാണ് എനിക്ക് ഈ അപകടം പറ്റുന്നത്. ആ അപകടത്തിൽ 3 പേര് ഓൺ ദ സ്പോട്ട് മരിക്കുന്നു. 5 പേരിൽ 3 പേരും മരിക്കുകയാണ്. ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ വന്ന പെൺകുട്ടി രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ അമ്മയും 2 സ്പോൺസർമാരുമാണ് മരിച്ചത്. അങ്ങനെ പിന്നെ 3 മാസത്തോളം ഞാൻ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്നു, അൽത്തവാം ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ സമയത്ത് മറ്റു പരിപാടികൾ 4 ക്യാൻസലായി പോയി. പിന്നീട് ഞാൻ ഈ പറഞ്ഞ വളരെ സീരിയസ് ആയി പോയി. മരിക്കാൻ പോണു, മരിച്ചു എന്നൊക്കെ ഇങ്ങനെ റൂമേഴ്സ് വരുന്ന സമയമാണ്. അങ്ങനെ ഏതായാലും കയ്യാലെ പുറത്തെ തേങ്ങ പോലെ ഇങ്ങോട്ട് വീണു, രക്ഷപ്പെട്ടു. പിന്നീട് ഞാൻ സിനിമയിൽ നിന്ന് അകന്നുപോയി. കാരണം അന്ന് സിനിമയിൽ പാടണമെങ്കിൽ മദ്രാസിൽ പോകണം. അപ്പോൾ അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കൂടുതലും എറണാകുളത്താണ് ഈ കാസറ്റ് കമ്പനികളൊക്കെ ആരംഭിക്കുന്നത്. 82-ലാണ് ആദ്യത്തെ കാസറ്റ് കമ്പനി ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു രീതിക്ക് എറണാകുളത്തേക്ക് ഞാൻ താമസം മാറ്റുകയായിരുന്നു ആ സമയത്ത്. പക്ഷെ മദ്രാസിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ സിനിമയിൽ നിന്ന് അകന്നുപോയി. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അപ്പം എൻ്റെ ഗാനമേള വേദികളിൽ പലപ്പോഴും ഞങ്ങൾ സിദ്ദിഖും ലാലും ഒക്കെ മെമിക്രി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ട്രൂപ്പിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ പോലും അവരുടെ പരിപാടികളായിട്ട് ഞങ്ങൾ പിന്നെ സഹകരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പരിചയം വെച്ചിട്ട് രാംജി റാവു സ്പീക്കിംഗ് എന്നുള്ള പടം വരുന്നു. അത് കഴിഞ്ഞ് മാന്നാർമത്തായി, അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ വരുന്ന എല്ലാം ഹിറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന അന്ന് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു MG റോഡിലൊരു ഹോട്ടലിൽ എനിക്ക് മുറി ഉണ്ടായിരുന്നു, വലിയൊരു മുറി. അപ്പോൾ പുള്ളി എൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷയായിരുന്നു, അതിൻ്റെ പ്രൊപ്പറേറ്റർ നാസർ. അപ്പം നാസറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ നാസർ എനിക്കൊരു വലിയൊരു മുറിയൊക്കെ തന്ന് ഞാൻ അങ്ങനെ ഓഫീസും വീടും കൂടെ ആയിട്ട് അവിടെ, അന്ന് ബാച്ചിലറാണ് താമസിക്കുന്ന സമയത്ത്, അതിൻ്റെ താഴത്തെ നിലയിൽ ബോബി ഹോർമിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ ഫൗണ്ടർ ഹോർമിസിൻ്റെ മകൻ. അപ്പം അദ്ദേഹം അന്ന് ഈ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്കാരനെ കാണാനായിട്ട് ഈ നമ്മുടെ സിദ്ദിഖും ലാലും അവിടെ എപ്പോഴും വരാറുണ്ട്. അപ്പം ഞാനൊരു ദിവസം കാർ ഷെഡിൽ നിൽക്കുമ്പോൾ ഇവരവിടെ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പുതിയ പടമൊക്കെ എടുത്തിട്ട് നമ്മളെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഗോഡ് ഫാദർ വരുന്നത്. അപ്പോൾ സൂക്ഷ അന്ന് ഗോഡ് ഫാദറിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ അന്ന് തന്നെ എനിക്ക് പാലായില് അരുവിത്തുറ പള്ളിയിൽ എനിക്കൊരു ഗാനമേള ഓൾറെഡി ബുക്ക്, അന്നൊക്കെ 4-5 മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേ ഡേറ്റിലാണ് മദ്രാസിൽ ഈ ഗോഡ് ഫാദറിൻ്റെ റെക്കോർഡിങ് വരുന്നത്. അപ്പം ഈ അപകടം കഴിഞ്ഞ ആദ്യത്തെ പടമാണ്, കളയാനും വയ്യ. എന്നാൽ ഈ ഗാനമേള ഇവിടെ പ്രശ്നമാവുമെന്ന്, കാരണം നമ്മൾ എഗ്രിമെന്റ് എഴുതി കൊടുക്കുന്ന അവിടെ ആള് ഇല്ലെങ്കിൽ ആൾക്കാർ സാധനം തല്ലി പൊട്ടിക്കും. അപ്പം ഇവിടെ എത്തുകയും വേണം. അങ്ങനെ റിസ്ക് എടുത്ത് പോയി പാടിയ ഒരു പാട്ടാണ് ഈ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. അത് സിനിമയില് നല്ലൊരു പ്രൈം സ്ഥലത്താണ് ആ പാട്ട് വന്നതും. ആ പാട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അത്യാവശ്യം നന്നായിട്ട് ഞാൻ പാടുകയും ചെയ്തു. അപ്പൊ ഇന്നിപ്പോ അത് ലോ കോളേജിന്റെ നാഷണൽ ആന്തം പോലെ എല്ലാ ലോ കോളേജിലും അവരുടെ പ്രത്യേക പരിപാടിയൊക്കെ പാടുന്ന ഒരു പാട്ട്. ആഭ്യന്തര മന്ത്രിയാണ് ആ മന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്ന വേറൊരു സ്റ്റൈലാണ്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, ആർപ്പോ കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം, ആചാര കതിന മുഴക്കിടാം, കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ,
ആഭ്യന്തര മന്ത്രിണിയാണേ ആഡംബരം ഒത്തിരി വേണേ, ആഭ്യന്തര മന്ത്രിണിയാണേ ആഡംബരം ഒത്തിരി വേണേ, ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം ഭയങ്കര രസം. ഓരോ സ്ഥലത്തും ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് പാടിയ ഒരു പാട്ടാണ്. അതേപോലെ ഈ പൂമാനത്തിന്റെ സെക്കൻഡ് സ്റ്റാൻസ് ഇല്ലേ, കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീജിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. രസമുള്ളൊരു പാട്ടായിരുന്നല്ലേ. ആ സീനും നല്ല ഒരു എന്താ പറയാ, ആൾക്കാർക്ക് എപ്പോഴും ഒരു സിമ്പതി തോന്നുന്ന ഒരു സീനാണ്. കാരണം അത്രയും സ്നേഹം കാണിച്ചിട്ടാണ് അവസാനം അവളെ കൊല്ലുന്നത്. അപ്പൊ ആ ഒരു ഇത് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഈ പാട്ടും ആ സീനും ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഇമോഷൻ ആയിരുന്നു. സാർ, ഈ അപകടത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ കിഡ്നി ഫെയിലൂർ ആയ സമയത്ത് ഒരു അച്ഛനാണ് സഹായിച്ചത്. അത് കുറച്ചു കാലം അത് പുറത്ത് പറഞ്ഞില്ല. അച്ഛന്റെ പേര് വെളിപ്പെടുത്തണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഏത് സാഹചര്യത്തിൽ ഇത് വെളിപ്പെടുത്താം, അത് മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാവാൻ വേണ്ടിയിട്ടാണോ വെളിപ്പെടുത്തിയത്? പിന്നെ തീർച്ചയായിട്ടും എന്താ വെച്ചാല് വേൾഡ് കിഡ്നി ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് മനോരമ ഓൺലൈനിൽ ഈ ഇങ്ങനെ ഒരു അഭിമുഖം വന്നതും ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ കഴിഞ്ഞ 4-5 വർഷത്തിന് ശേഷമാണ് ഈ രഹസ്യം നമ്മൾ വെളിപ്പെടുത്തുന്നത്. കാരണം അച്ഛൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛന് ഇങ്ങനെ ഞാനാണ് ഡോണർ, അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അച്ഛനൊരു ഇത് കിട്ടും, മൈലേജ് കിട്ടും, അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ആദ്യമേ പറഞ്ഞ കണ്ടീഷൻ പിന്നെ ഞാനാണ് ഇതിന്റെ പുറകിൽ നിന്ന് ആരും അറിയരുത്, ഞാനും മാർക്കൂസും നമ്മുടെ വീട്ടുകാരും ഡോക്ടറും, അല്ലാതെ വേറെ ആരും ഇത് അറിയരുത് എന്നായിരുന്നു അച്ഛന്റെ കണ്ടീഷൻ. അപ്പൊ അത് നമ്മൾ സമ്മതിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളിത് പറഞ്ഞ് വേറെ രീതിയിൽ അച്ഛനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മൾ അങ്ങനെ സമ്മതിച്ചു പോയിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം ആകുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേടിക്കണ്ട, ഈ കിഡ്നി ഫെയിലിയർ വന്നാൽ നമുക്ക് ജീവിതം അതോടുകൂടി തീർന്നു എന്നുള്ളൊരു ധാരണ വേണ്ട എന്ന് വരുത്താൻ കൂടിയാണ് നമ്മൾ പിന്നെ അത് രണ്ടുപേരും കൂടെ തീരുമാനിച്ചത് വേൾഡ് കിഡ്നി ഡേയിൽ അത് അറിയിച്ചത്. അതൊരു നല്ല സന്ദേശമായിരുന്നു സത്യത്തില്. ദൈവഭയമില്ലെന്റെ ദൈവം എന്ന് പറയുന്ന ആ പാട്ട്, അതും ഇതേപോലെ ഹിറ്റ് ഗണത്തിലുള്ള പാട്ടാണ്. അതെ അതെ അതെ. ഒരു സമയത്ത് ഈ ഇങ്ങനെയുള്ള കുറെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഹിറ്റായിരുന്നു. അതിന്റെ ഒരു 4 പേര് ഞാൻ പാടാം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും, ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും, നീയല്ലോ നല്ല ഇടയൻ വഴി കാട്ടും സ്നേഹിതൻ, പോർശലേം നായക നിൻ തിരുനാമം പാവനം, ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും, ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. കാരണം ദൈവം ആണ് നമ്മുടെ കൂടെ നമ്മളെ നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട എന്നുള്ളൊരു സന്ദേശമാണ് അതിനകത്ത് പൊതുവായിട്ട് കൊടുക്കുന്നത്. ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു സന്നിധ അവസ്ഥയിൽ പോലും നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരയേറത്തില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദൈവദൂതനെ പോലെ ഈ അച്ഛൻ വരുന്നതും അച്ഛൻ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറയുന്നതും. അത് കഴിഞ്ഞിട്ടാണേലും ദൈവം തന്നെ നമ്മളെ നടത്തി. കാരണം പിന്നീട് അത് ഫെയിലിയർ ആവാതെയും റിജക്റ്റ് ആവാതെയും ഒക്കെ ഇപ്പൊ ഇന്ന് 13-14 വർഷമായി ഞാനിപ്പോ സാധാരണ ജീവിതം തന്നെ നയിക്കുന്നു. ആ ഒരു 6 മാസം റെസ്റ്റ് എടുത്ത ഒഴികെ ബാക്കി എനിക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും
വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു നല്ല സന്ദേശവും ഒരു ദൈവാധീനവും ഒക്കെയാണ്. ഇപ്പൊ ദൈവം നമ്മളെ ഇപ്പം ഏതൊരവസ്ഥയിലും അവസാനം നമ്മൾ വിളിക്കുന്ന വാക്ക് ഒന്ന് അമ്മയും ഒന്ന് ദൈവമാണ്. അപ്പം എത്ര വേദന വരുമ്പോഴേ നമ്മൾ അമ്മയെ എന്നല്ലേ വിളിക്കുള്ളൂ, അല്ലെ ദൈവമേ എന്നേ വിളിക്കുള്ളൂ. അപ്പൊ ആ ഒരു സന്ദേശമാണ് നമ്മൾ ഇതിനകത്തൂടെ എല്ലാവർക്കും കൊടുക്കുന്നത്. ജോത്സ്നയുടെ പേരിൽ 10:30 മണിക്ക് അപ്പുറം പാടി എന്ന് പറഞ്ഞ് കേസെടുത്തു. അപ്പൊ എവിടെയും പ്രശ്നങ്ങളാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു 70 കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലില്ല, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ആൾക്കാർക്ക് നല്ല പാട്ട് കേട്ടാൽ മാത്രം മതി, അത് നല്ല രീതിയിൽ പാടി കേൾക്കണം. ശരിയായില്ലെങ്കിൽ പറയും ശരിയായില്ല കേട്ടാ എന്ന് പറയും. അത്ര ഇന്നിപ്പോൾ അതല്ല, ഇന്ന് ബഹളം മതി, ഒരു പുക, ലൈറ്റ്, അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ആയിട്ട് മാറി. അപ്പം ഞാൻ ഈ ചിറ്റുമലയിൽ ചെന്ന് ആദ്യത്തെ 2 ദേവീസ്തുതി കഴിഞ്ഞപ്പം മുതൽ ആൾക്കാർ ചേട്ടാ ഇസ്രായേലിൽ നിന്ന് അതെനിക്ക് ഇസ്രായേലിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കാൻ വയ്യ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.